ശുശ്രൂഷയിൽ പങ്കുകൊള്ളാൻ വേണ്ടി ആവലോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. കർത്താവായ യേശുവിനെ കേന്ദ്രീകരിച്ച്, ആത്മസാന്നിധ്യത്തെ കേന്ദ്രീകരിച്ച് ഒരു അനുഗ്രഹീതമായിരിക്കുന്ന സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രതീക്ഷയോടെ ആയിരിക്കുന്ന ദൈവമക്കളോട് കർത്താവ് സംസാരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ദൈവാലോചന നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ വായിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം. ബൈബിൾ കയ്യിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ബൈബിൾ നിർത്തുക. ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി വിനീതമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. വാക്യം ഇങ്ങനെയാണ്: അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഈ വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം, മഹാദൈവത്തിന്റെ ആ തിരുസാന്നിധ്യം, അത് ആരുടെ മേൽ ഇരിക്കുന്നു, അവരുടെ പ്രത്യേകത എന്താ, ആ സാന്നിധ്യം നമ്മുടെ മേൽ വരുവാനുള്ള അവസരങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളെ കുറിച്ച് ഈ നല്ല രാത്രി നിങ്ങളുമായിട്ട് സംഭാഷിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുക. അങ്ങനെ ഒരു പ്രചോദനം, പ്രേരണ ദൈവം എനിക്ക് തന്നിരിക്കുക. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ആളുകൾ ഇന്നൊരു പബ്ലിക് ഹോളിഡേയാണ്, ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മദിവസമായിട്ട് കണക്കാക്കുന്നു ഓൾ വേൾഡ്. അങ്ങനെ ഒരു ദിവസം എല്ലാവരുടെ ഇടയിൽ ഉള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ദിവസത്തെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടല്ലോ, അവിടെ നിൽക്കട്ടെ. എന്നാൽ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമുള്ളവരോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം വല്ലപ്പോഴും ഒരിക്കലല്ല, വല്ല മീറ്റിംഗ് ഉള്ളപ്പോഴല്ല, ഒക്കേഷണലി ഒരു പ്രത്യേക സന്ദർഭത്തിലല്ല, ജീവിതകാലം മുഴുവൻ, ജീവന്റെ ആരംഭം മുതൽ അവസാനം വരെ, യേശുവിനെ അറിഞ്ഞ കാലം മുതൽ മരണം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ മഹാദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് എന്നതാണ് ചിന്തയ്ക്ക് ആധാരമായി പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. അവിടേക്കാണ് ശ്രദ്ധയെത്തിരിക്കുന്നത്. എങ്കിലും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഒരു സന്ദർഭമായിരിക്കാൻ, ദൈവവചന ശുശ്രൂഷയായിരിക്കാൻ, നിങ്ങൾക്കൂടെ പല കാര്യത്തിൽ പ്രയോജനപ്പെടാൻ വേണ്ടി ഞാൻ ഈ വാക്യത്തിലേക്ക് ചില പിന്നാമ്പുറങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിന്റെ പ്രത്യേകത യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെ വളരെ ഭംഗിയായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കും. ഓരോ ലേഖനത്തിനും ഒരു ഉദ്ദേശം. എഫേസ്യ ലേഖനം ദൈവസഭയാണ് പ്രകീർത്തിക്കുന്നത്. കൊലോസ്യ ലേഖനം യേശു ക്രിസ്തുവിനെയാണ് ഉയർത്തി കാണിക്കുന്നത്. ക്രിസ്തു ആരാണെന്നും, യേശു ക്രിസ്തു എത്ര ശ്രേഷ്ഠനാണെന്നും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പദവി എന്താണെന്നും, ഈ വക കാര്യങ്ങളൊക്കെയാണ് കൊലോസ്യ ലേഖനത്തിൽ ഏറ്റവും ശക്തമായിട്ട് പ്രതിപാദിക്കുന്നത്. അങ്ങനെ യേശുവിനെ കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ അവതരിപ്പിച്ചു വരുമ്പോൾ ആ യേശുവിനെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ വായിച്ച വാക്യത്തിന്റെ പ്രത്യേകത. ഞാൻ അവിടേക്ക് വരികയാണ്. യേശു ഉണ്ടെന്ന്, അങ്ങനെ ഒരാൾ ചരിത്ര പുരുഷനാണെന്ന്, ചിലർ പ്രവാചകനാണെന്നൊക്കെ വിശ്വസിക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അറിയാത്ത ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അപ്പോ ദശലക്ഷക്കണക്കിന് ആളുകൾ യേശുവിനെ കുറിച്ച് അറിയുന്നു. ആണ്ടിൽ ഇങ്ങനെയുള്ള പ്രത്യേക സമയത്ത്, ഒരു ക്രിസ്മസിലോ ഈസ്റ്ററിനോ ദുഃഖവെള്ളിയിലൊക്കെ യേശുവിനെ കുറിച്ച് അവർ ഓർക്കുന്ന ഒരു ആഘോഷമാക്കി മാറ്റും. എന്നാൽ സാധാരണക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യന് യേശു ക്രിസ്തുവിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അതാണ് ഈ വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വായിച്ച വാക്യം കണ്ടോ? ആ മർമ്മം, പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഞാൻ പറയുകയാണ്, മുഴുവൻ ആ വാക്യം വായിക്കുന്നില്ല. 27-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നത് തന്നെ. അപ്പൊ പൗലോസ് എന്ന് പറയുന്ന ശക്തനായ ആത്മീക ദീർഘദർശിയുടെ വീക്ഷണത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്, ആരാധിക്കുന്ന ദൈവത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ പ്രത്യേക സമയത്ത് ചെന്ന് കാണുന്ന രീതിയല്ല. അങ്ങനെയുള്ള രീതികൾ മറ്റു പല ആരാധനകളിലും കണ്ടേക്കാം. എന്നാൽ ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രത്യേകത, അവരുടെ ആരാധ്യനായ ക്രിസ്തു മശിഹ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തല്ല, യെരുശലേമിലോ ബേത്ലഹേമിലോ അല്ലെങ്കിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും സ്ഥലത്തല്ല. പിന്നെയോ യേശു ക്രിസ്തു വസിക്കുന്നത് വിശുദ്ധന്മാരുടെ ഹൃദയത്തിലാണ്. സ്വർഗത്തിൽ അവനുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ സർവ്വവ്യാപിയായ ദൈവം വിശ്വസിക്കുന്നവരുടെ അകത്ത് വസിക്കുന്നു. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, എന്താണ് നമ്മുടെ പ്രത്യേകത? സ്തോത്ര ഹല്ലേലൂയ. നമ്മുടെ ആരാധ്യനായ കർത്താവ് നമ്മുടെ അകത്ത് വസിക്കുന്നു എന്നൊരു തോന്നലല്ല, അത് സത്യമാണ്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കുവൈറ്റിലെ അനുഗ്രഹിക്കപ്പെട്ട സഭ അത് വിശ്വസിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാരുടെ ജനത്തെ പഠിപ്പിക്കുന്നു, നമ്മളത് അനുഭവിക്കുന്നു. എന്താണ് പ്രത്യേകത? നമ്മുടെ കർത്താവ് നമ്മുടെ അകത്ത് വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉള്ളിൽ യേശു ഉണ്ടെന്ന് ബോധ്യപ്പെടുന്ന ദൈവമക്കൾ അത് തിരിച്ചറിയുമ്പോൾ, അതിന് ഓർമ്മപ്പെടുത്തൽ വരുമ്പോൾ മനസ്സ് തുറന്ന് കർത്താവിനെ സ്തുതിപ്പാനിടയാണ്. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവരുടെ എല്ലാവരുടെ അകത്ത് യേശു ഉണ്ടാകണമെന്നില്ല. യേശുവിനെ കുറിച്ച് പാട്ടുകൾ പാടുന്ന, നല്ല സുന്ദരമായ പാട്ടുകൾ പാടുന്ന ആൾക്കാരുണ്ട് എല്ലാ വിഭാഗത്തിലും, പക്ഷെ അവരുടെ അകത്ത് യേശു ഉണ്ടാകണമെന്നില്ല. യേശുവിനെ കുറിച്ച് കൺവെൻഷൻ സീസണിലൊക്കെ പാട്ടുകൾ എഴുതുന്ന ആൾക്കാരുണ്ട്, അവരുടെ അകത്ത് യേശു ഉണ്ടാകണമെന്നില്ല. യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ എല്ലാ മതങ്ങളിലും ഉണ്ട്, പക്ഷെ അവരുടെ അകത്ത് യേശു ഉണ്ടാകണമെന്നില്ല. എന്നാൽ ലോകത്തിൽ ഒരു ന്യൂനപക്ഷത്തിന്റെ അകത്ത് യേശു ഉണ്ട്. അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ്, ഉന്നതനായവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനെന്ന് യേശുവിനെ കുറിച്ച് എബ്രായ ലേഖനം സാക്ഷീകരിക്കുന്നു. ആ ദൈവം മൺകൂടാരമാകുന്ന മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പൗലോസിന്റെ എഴുത്തിനകത്ത് അതൊരു മർമ്മമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവിടെ മുതൽ നമ്മുടെ ചിന്തയുടെ പ്രധാനപ്പെട്ട ഭാഗം ആരംഭിക്കുക. പൗലോസിന്റെ വീക്ഷണത്തിനകത്ത് യേശു ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നത് ഒരു മർമ്മം, ഒരു മിസ്റ്ററിയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു മിസ്റ്ററിയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആഗ്രഹമുണ്ട്, കർത്താവേ, ക്രിസ്തീയ ജീവിതം ഒരു മർമ്മമാണെങ്കിൽ ആ മർമ്മികമായിരിക്കുന്ന ജീവിതം നയിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകുമാറാകണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എനിക്ക് അത് പറയേണ്ട നിർബന്ധമില്ലെങ്കിലും നിങ്ങൾ പഠിതാക്കളും വേദപുസ്തകം ചിന്തിക്കുന്നവരുമായിരിക്കാൻ ഞാനൊരു ഒരു ബേസ് പറഞ്ഞുകൊണ്ട് ഈ വാക്യത്തിലേക്ക് മടങ്ങി വരാം. പൗലോസ് അപ്പോസ്തലൻ ആത്മീയതയുടെ മർമ്മങ്ങൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് പ്രാപിച്ച മനുഷ്യനാണ് പൗലോസ്. സ്തോത്രം, ഹല്ലേലൂയ. ആത്മീക മർമ്മങ്ങൾ. യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് 12 അപ്പോസ്തലന്മാരുമായിട്ട് ഒന്നിച്ച് നടക്കുമ്പോൾ, സ്തോത്രം, കർത്താവ് തന്റെ ശിഷ്യന്മാരോട്, അപ്പോസ്തലന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അത് യൂണിവേഴ്സിറ്റി പോയാൽ കിട്ടുകയല്ല, അത് ദൈവം പ്രത്യേകം വരം തരുന്നതുകൊണ്ട് കിട്ടുന്നത്. എന്താണ് ആ മർമ്മങ്ങൾ? ദൈവം ആരാന്നും, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നും, ദൈവമായ കർത്താവിന്റെ പ്ലാൻ എന്താണെന്നും, ദൈവത്തിന്റെ ഭാവികാല കാര്യപരിപാടി എന്നുള്ളതെല്ലാം ലോകത്തിന് അറിയില്ല. അതൊരു മർമ്മമാണ്. അത് പാവപ്പെട്ടവരായ നമുക്ക് അറിയാൻ പറ്റിയതൊരു മർമ്മമാണ്. സ്തോത്രം. നിത്യത ഉണ്ടെന്ന്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന്, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അത് പ്രാപിക്കേണ്ടതായി കർത്താവിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്നുള്ളത്, ഇതെല്ലാം ഒരു മർമ്മമാണ്. അത് ഗ്രഹിപ്പാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ യേശു ഒരിക്കൽ പറഞ്ഞു, ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ മർമ്മം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും ഇത് ബോധ്യപ്പെട്ടതോർത്ത് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേൾക്കൂ പ്രിയപ്പെട്ട. പ്രധാനമായും പുതിയ നിയമത്തെ പൗലോസ് 7 മർമ്മങ്ങളായിട്ട് ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ കമ്പിവാചകം പോലെ പറയാം, അതിൽ നിന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റൊരു ഭാഗമാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും 7 പ്രധാനപ്പെട്ട മർമ്മങ്ങളിൽ പുതിയ നിയമത്തെ ഒതുക്കുകയാണ്. ഒന്നാമത്തെ മർമ്മം 1 തിമോത്തിയോസ് 3:16 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, സ്തോത്രം, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, സ്തോത്രം, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, അതുപോലെ തേജസ്സിൽ എടുക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ ദൈവഭക്തിയുടെ മർമ്മം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ മർമ്മം 1 തിമോത്തിയോസ് 3:16. അതെന്താണ് ആ മർമ്മത്തിന്റെ പ്രത്യേകത? അഖിലാണ്ട സൃഷ്ടിതാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, അവനാണ് യേശു. അതൊരു മർമ്മമാണ്. മനുഷ്യൻ, സ്തോത്രം, ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്നുള്ളത്. രണ്ടാമത്തെ മർമ്മം, സ്തോത്രം, ഞാൻ വേഗത്തിൽ ആ ഭാഗങ്ങൾ പറഞ്ഞുവിടാം, കാരണം അവിടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും എഴുതുന്നവർക്കും പഠിക്കുന്നവർക്കും വേണ്ടി മാത്രം അന്ന് പറയുക എന്നുള്ളതാണ്. സ്തോത്രം. രണ്ടാമത്തെ മർമ്മം എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങളിലാണ്. എഫേസ്യ ലേഖനം അവിടെ പറയപ്പെടുന്ന ഭാഗം എന്തെന്ന് ചോദിച്ചാൽ 3-ാം അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. അത് വായിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ അവകാശികളുമാകണമെന്നുള്ളതാണ്. അപ്പോ രണ്ടാമത്തെ മർമ്മം, സുവിശേഷം എന്ന് പറയുന്നത് ആരെങ്കിലും കമ്മിറ്റി കൂടി ഉണ്ടാക്കിയ ഒരു ബൈലോ അല്ല, പിന്നെയോ
സ്വർഗത്തിലെ ദൈവം മാനവ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അയച്ച ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. സ്തോത്ര ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, ദൈവമായ കർത്താവ് അത് നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു, ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം എന്നതാണ് അതിന്റെ വസ്തുതയും സത്യവും. സുവിശേഷം എന്നത് അത് വിശ്വസിക്കാൻ തയ്യാറായാൽ ഏത് കുടുംബത്തിൽ ജനിച്ചാലും ഏത് ജാതീയനായാലും സുവിശേഷം സ്തോത്രം വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് ദൈവരാജ്യത്തിന്റെ അവകാശിയാകാം, ആ ദൈവത്തിന്റെ കൂട്ടവകാശിയാകാം എന്നതാണ് രണ്ടാമത്തെ മർമ്മം. മൂന്നാമത്തെ മർമ്മമാണ് നമ്മളിപ്പോൾ കുറിവാക്യമായി വായിച്ചത്. അങ്ങനെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് യേശുവിനെ അംഗീകരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ സാക്ഷാൽ ക്രിസ്തുദേവൻ വസിക്കാൻ വേണ്ടി വരുന്നു. ഇന്ന് ക്രിസ്തുമസ് ആണ്. ഞാനൊരു വാക്ക് പറയാതെ പോകുന്നത്, ദൈവസന്നിധി സുവിശേഷകൻ എന്ന നിലയ്ക്ക് നീതികേടാണ്. നിങ്ങൾ ഓർക്കണം, അറിയണം, ഞാൻ പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടാണ്. സ്തോത്ര ഹല്ലേലൂയ. ഇത് ലൈവിൽ പോകുന്ന ഒരു പ്രോഗ്രാം കൂടി ആയിരിക്കുക. ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിരുന്നുകൊണ്ട് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ തെറ്റിദ്ധാരണ വരുത്താതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ ഞാൻ പറയാം, കേൾക്കണേ. വാസ്തവത്തിൽ യേശു ജനിക്കേണ്ടത്, യേശു വാഴേണ്ടത്, യേശു വസിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. അതാണ് ലോകത്തിലെ സകല ക്രൈസ്തവരും ഒരുപോലെ അംഗീകരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇങ്ങനെയാണ്: യേശുവിനെ ആണ്ടിലൊരിക്കൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ജനിപ്പിക്കുകയല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ വെക്കുകയല്ല, പിന്നെയോ മനുഷ്യന്റെ ഉള്ളിൽ വസിക്കാൻ കൊതിക്കുന്നവനാ ദൈവം. ഇന്ന് ഞാനത് പറയുമ്പോൾ കർത്താവിന്റെ ആത്മാവിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സർവശക്തനായ ദൈവം, പരമോന്നതനായ ദൈവം മനുഷ്യന്റെ അകത്ത് ക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ വരുന്നതോടുകൂടി അവന്റെ ജീവിതം മാറുകയാണ്. ഒരു വാടക കെട്ടിടത്തിലാണെന്ന് ഇരിക്കട്ടെ, അതിൽ വസിക്കാൻ വരുന്ന ആള് വലിയവനാണെങ്കിൽ സ്ഥിതിഗതികൾക്ക് മാറ്റം വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പഴയ വീടെന്നിരിക്കട്ടെ, വാടകയ്ക്ക് എടുക്കുന്നത്, അത് സ്തോത്ര ഹല്ലേലൂയ, ആ സ്ഥലത്തെ ഔദ്യോഗികമായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ താമസിക്കാൻ വരുന്നു, അല്ലെങ്കിൽ സ്തോത്രം ഒരു കോടതിയുടെ ജഡ്ജി, മുനിസിപ്പൽ കോടതിയുടെ ജഡ്ജി താമസിക്കാൻ വരുമ്പോൾ അയാളുടെ നിലവാരത്തിലേക്ക് അതിനെ മാറ്റുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു എന്ന അഖിലാണ്ടത്തിന്റെ ഉടയവൻ നിന്റെ ഉള്ളിലേക്ക് വസിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മുടെ നവീകരണം എന്ന് പറയുന്നത്. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നിലവാരത്തിന് മാറ്റം വരും, ജീവിതത്തിന് മാറ്റം വരും. ഇന്ന് രാത്രികാലം ദൈവം ചിലരോട് പറയുന്നു, നിന്നെ മാറ്റാൻ മറ്റൊന്നിനും കഴിയത്തില്ല. നിന്റെ കുടുംബത്തിലെ ചില സ്ഥിതിഗതികളെ മാറ്റാൻ അതിന് യേശുവേ എന്ന് വിളിച്ചാൽ മാത്രം പോരാ, അവനെ ഉള്ളിൽ വസിപ്പിക്കാൻ ഹൃദയ കവാടങ്ങൾ തുറന്നു കൊടുക്കാൻ ആരൊക്കെ തയ്യാറാകുന്നു അവരോട് പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുകയാണ്, അവൻ അകത്തു വസിച്ചാൽ കാര്യഗതികൾക്ക് മാറ്റം സംഭവിക്കുക. ഇത് മൂന്നാമത്തെ മർമ്മമാണ്. നാലാമത്തെ മർമ്മം സാത്താനെ കുറിച്ചുള്ള മർമ്മമാണ്. ഇതൊരു എതിരാളിയുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ. അത് സ്തോത്രം തെസ്സലോനിക്ക ലേഖനത്തിലാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അതെന്തിനെ ഉദ്ദേശിച്ച പറയുന്നത്? അന്ധകാരത്തിനെയും പൈശാചിനെയും ദുഷ്ടാത്മശക്തിയും ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. അതൊരു മർമ്മമാണ്. അത് ഓരോന്നും ഒരു 7 ദിവസമെങ്കിലും ക്ലാസ് എടുത്ത് വിശദീകരിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു, രാമുഖത്തിൽ പറഞ്ഞു വിടുന്നുള്ളൂ. അങ്ങനെ ഈ വാക്യം പറഞ്ഞതുകൊണ്ട് ഒരു അടിസ്ഥാനത്തിന് വേണ്ടി പറയുകയാണ്. ഇത് സ്തോത്രം ഹല്ലേലൂയ അടുത്ത മർമ്മമാണ്. നാലാമത്തെ മർമ്മം. 5-ാമത്തെ മർമ്മം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിനകത്ത് ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറയുന്നു. അത് നിമിത്തം ഒരു പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും തന്റെ സഭയെയും കുറിച്ച് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു വരികയാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിനകത്ത്. അതിനകത്ത് പൗലോസ് പറയുന്നു, അതൊരു മർമ്മമാണ്. ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുക വിശുദ്ധ വിവാഹത്തിലൂടെ, അതൊരു മർമ്മമാണ്. എന്തുകൊണ്ടാണ് മർമ്മമാകുന്നത്? അവർ ഈ ഭൂമിയിൽ പ്രതിനിധീകരിക്കുന്ന സഭയെയും കർത്താവിനെയാണ്. ഞാൻ ആ ഭാഗം ഇടട്ടെ. അടുത്തത് സ്തോത്രം 6-ാമത്തെ മർമ്മം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിലാണ്. ആ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. സ്തോത്രം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, കണ്ണിമയ്ക്കുന്നതിനിടയിൽ അന്ത്യകാഹളത്തിങ്കൽ രൂപാന്തരം സംഭവിക്കും. അതൊരു മർമ്മമാണ്. എന്ന് പറഞ്ഞാൽ മാനവ കുടുംബം മുഴുവൻ അത്യാധുനിക യുഗത്തിൽ, ഇത്ര വലിയ കമ്പ്യൂട്ടർ വൽക്കരണ യുഗത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, അതിന്റെ മധ്യത്തിൽ നമ്മൾ ഇന്ന് കാഹളം ധരിച്ചാൽ ഇവിടെ നിന്ന് ഒരു കൂട്ടം ആളുകൾ എടുത്തുകൊള്ളപ്പെടുമെന്നുള്ളത് അക്ഷരികമായ സത്യമാണ്. അതൊരു ഉട്ടോപ്യൻ ആശയമല്ല, ഐതിഹ്യ കഥയല്ല. അതിന്റെ എല്ലാ തെളിവുകളും ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ ലക്ഷണമാണ്. ഇത് 5-ാമത്തെ മർമ്മമാണ്. ഇത് 6-ാമത്തെ മർമ്മമാണ്. 7-ാമത്തെ മർമ്മം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിലാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്ര ഹല്ലേലൂയ, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത്, ആ മർമ്മം സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് പിന്നെയും ഒന്നായി ചേരണമെന്നുള്ള സ്തോത്രം ആ
ആരംഭത്തിങ്കലുള്ള ദൈവ വ്യവസ്ഥയുടെ മർമ്മം നോക്കണേ. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, ആരംഭത്തിങ്കൽ തന്നെ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു മർമ്മം. 9:10 സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണ്ണത്തിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ സ്തോത്രം, അത് ദൈവത്തിന്റെ ഹിതത്തിന്റെ മർമ്മമാണെന്ന് 9:10 എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു 1-ാം അധ്യായത്തിൽ. അപ്പോ അതെന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു ഇവിടെ കടന്നു വന്ന് എതിർ ക്രിസ്തുവിന്റെ ഭരണവും കഴിഞ്ഞ് അവസാനം വരുമ്പോൾ സ്തോത്രം, ഈ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ഒന്നായിത്തീരും. ഇന്ന് സ്വർഗവും ഭൂമിയും രണ്ടും രണ്ടാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ സ്വർഗവും ഭൂമിയും പിന്നെയും ഒന്ന്. ഇങ്ങനെ 7 മർമ്മങ്ങളാണ് പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ട് കിട്ടിയത്, അതിന്റെ വരം കിട്ടിയത്. ഇതാണ് പുതിയ നിയമത്തിന്റെ ഉള്ളടക്കം. യേശു ജനിച്ചത് മുതൽ സ്വർഗവും ഭൂമിയും ഒന്നായി തീരുന്നത് വരെയുള്ള 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പുതിയ നിയമത്തിന്റെ ഉള്ളടക്കം. എന്താണ് പുതിയ നിയമം എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, തുടക്കക്കാരോട്, ആത്മീയത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ ആത്മാർത്ഥമായി പറയാം, എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്ന സ്തോത്രം ആ വിശ്വാസത്തിന്റെ ഉള്ളടക്കം എന്ന് ചോദിച്ചാൽ ഈ 7 കാര്യങ്ങളാണ് മാർമികമായിട്ടുള്ളത്. 1, ദൈവം ജഡമെടുത്ത് ഭൂമിയിൽ വന്നു. 2, സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുമ്പോൾ മനുഷ്യൻ സുവിശേഷ നിമിത്തം ദൈവത്തിന്റെ അവകാശികളായി മാറാം. 3, സൃഷ്ടാവായ ദൈവം മനുഷ്യന്റെ അകത്ത് വസിക്കുന്നു. 4, ഒരു എതിരാളിയുണ്ട്, പിശാചുണ്ട്, അവനെ സൂക്ഷിക്കണം, ജാഗ്രതയോടെ ആയിരിക്കണം. 5, കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു മർമ്മമാണ്. 6, സ്തോത്രം, കർത്താവിന്റെ കാഹളം ധരിച്ചാൽ ഒരു കൂട്ടം ആളുകൾ എടുക്കപ്പെടും. 7, സ്തോത്ര ഹല്ലേലൂയ, 7-ാമത്തെ കാര്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് സ്തോത്രം, എന്താ പറയാ, സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ഒന്നായി തീരും. ഈ 7 കാര്യങ്ങളാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ ഉള്ളടക്കം. അത്രയും മനസ്സിലായ ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എന്നാ വിശ്വസിക്കുന്നെന്ന് ചോദിച്ചാൽ നിങ്ങൾ ധൈര്യമായി പറയണം, ഞങ്ങളുടെ ഭാഷ പ്രാർത്ഥിച്ച രോഗം മാറും, നാളെ വന്ന് ഉപദേശി പ്രാർത്ഥിച്ചു, പ്രവചിച്ചു, ദൂത് പറഞ്ഞു. ഇതൊന്നും അല്ല. ഇതൊക്കെ ഒരുപക്ഷെ ലോകത്തിൽ ആർക്കും എന്തൊക്കെ സംഭവിച്ചേക്കാം, രോഗസൗഖ്യമോ വിടുതലോ മക്കളൊക്കെ. പക്ഷേ ക്രിസ്ത്യാനിത്വം ഒരു മിസ്റ്ററിയാണ്. ഞാനും നിങ്ങളും ഇറങ്ങിത്തിരിച്ച മാർഗത്തിനൊരു പ്രത്യേകതയുണ്ട്. മറ്റൊരു മാർഗവും പറയാത്തൊരു സത്യമുണ്ട്. അതൊരു മർമ്മമാണ്. ഈ 7 കാര്യങ്ങൾക്കകത്ത് ആ മർമ്മം അന്തർലീനമായിരിക്കുന്നത്. അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉറച്ചിരിക്കണം. നിങ്ങളുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. അതിനുവേണ്ടി ഒരുങ്ങണം. അതാണ് ക്രിസ്തീയ ജീവിതം. 7 പ്രധാനപ്പെട്ട തൂണുകൾ പോലെ 7 പ്രധാന മർമ്മങ്ങളാണ് ഇതിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അതിപ്രധാനമായ, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമാണ് സൃഷ്ടാവും രക്ഷകനുമായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന മർമ്മം. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കും. അർത്ഥാൽ മറ്റൊരു രീതി പറഞ്ഞാൽ മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മുടെ അകത്ത് വസിക്കുക, ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വസിക്കുക. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ അകത്ത് വസിക്കുക, മഹാദൈവത്തിന്റെ സാന്നിധ്യം. ആ സാന്നിധ്യത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ആ സാന്നിധ്യം ഉള്ള സ്ഥലം ദൈവ സന്നിധിയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളണം. കേവലം ഒരു സുവിശേഷ ഭാഗം എടുത്തിട്ട് എന്തെങ്കിലും ഒരു സൗഖ്യം വിടുതലോ തരുമെന്നോ അല്ലെങ്കിൽ ഒരു ഉപമയോ അല്ലെങ്കിൽ യേശുവിന്റെ അത്ഭുതം പറഞ്ഞിട്ട് 4 കാര്യങ്ങൾ പറയാമായിരുന്നു എനിക്ക്. പക്ഷേ രാവിലെ മുതൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മ അവനെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മൾ ഒരുമിച്ചിരിക്കാൻ വേണ്ടി വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. കേൾക്കണേ. ഹല്ലേലൂയ. നോക്കൂ, സ്തോത്രം, ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ദൈവ സന്നിധി. ഹല്ലേലൂയ. ദൈവസന്നിധിയെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന 8-9 വാക്യമുണ്ട്. ആ വാക്യത്തിൽ 1 ഞാൻ പറയാം. 1, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. സന്തോഷം ഉളവാകുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന്. അതൊരു ഒരു വൈകാരികമായിരിക്കുന്ന ബന്ധമാണ് സന്തോഷം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്ന്. അപ്പൊ നമുക്ക് ചുറ്റുവട്ടത്ത് എന്തെല്ലാം കൊണ്ടുവച്ചാലും, നമ്മുടെ വീട് 4500 സ്ക്വയർ ഫീറ്റിന്റെ ആണെങ്കിലും മാർബിൾ സൗധമാണെങ്കിലും നമ്മൾ ചില പ്രശ്നത്തിനകത്ത് അകപ്പെടുമ്പോൾ ഇതൊന്നും നമ്മളെ സന്തോഷിപ്പിക്കുകയല്ല. കാരണം എന്താ? ഈ ഇട്ടിരിക്കുന്ന മാർബിളോ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിരിക്കുന്ന ഒന്നുമല്ല, നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഒന്നുമല്ല നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. സന്തോഷം പോയാൽ നമുക്ക് വിളമ്പി വെച്ച ആഹാരം പോലും കഴിക്കാൻ പറ്റിയല്ലോ. സന്തോഷം, സ്തോത്രം, ഇതൊന്നുമല്ല. പിന്നെ എവിടെയാ? മനസ്സിനകത്ത് നിന്നാണ് സന്തോഷം ഉളവാകുന്നത്, നമ്മൾ ഉള്ളിൽ നിന്നാണ് ഉളവാകുന്നത്. ആ സന്തോഷം, സ്തോത്രം, നമ്മൾ താമസിക്കുന്ന ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിലാണെങ്കിൽ സ്തോത്രം, കട്ടില് പോലുമില്ല, താഴെ ഒരു തടുക്ക് വിരിച്ച് അതിനകത്ത് കിടക്കുന്നതെങ്കിലും അകത്ത് സന്തോഷമുണ്ടെങ്കിൽ ഉറങ്ങാൻ സുഖമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വലിയ സംഭവത്തിനകത്തൊന്നുമല്ല കാര്യം ഇരിക്കുന്നത്. കേൾക്കണേ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ നോക്കിയേ, അതെവിടെ വരുന്നത്, അതെവിടെ ഉണ്ടാവുന്നെന്ന് അറിയാമോ? ദൈവ സാന്നിധ്യത്തിനകത്ത് സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്. നമ്മുടെ ഉള്ളിലാണ് അത് നിൽക്കുന്നത്. നമ്മുടെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുമ്പോൾ
നമ്മുടെ ജീവിത സന്തോഷം, ആ സന്തോഷം നമ്മുടെ മുഖത്ത് പ്രസരിക്കും. എത്രയോ ആളുകളെ കണ്ടാൽ അറിയാമെന്നറിയുമോ? അതിന് വിളിക്കുന്ന വേറൊരു പേരാ മുഖത്ത തേജസ് എന്ന് പറയുന്നില്ലേ? സന്തോഷത്തിന്റെ പ്രസന്നതയാ. വാടിയതല്ല. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രതികൂലമുണ്ടെങ്കിലും ആ സാന്നിധ്യത്തിന്റെ തേജസ്സിന്റെ നടുവിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. അത് നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ സന്തോഷത്തിന് കുറവ് വരുത്തത്തില്ല. മറ്റൊരു വാക്യമാണ്, നിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ഹല്ലേലൂയ. നോടക്കേട്ടെ, നിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ദൈവം എവിടെയുണ്ടോ അതിനാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. അവിടെയാണ് ദൈവ സന്നിധി. അപ്പൊ നമ്മുടെ അകത്താണ് ഈ വിഷയങ്ങളെല്ലാം വന്നു കയറുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ അകത്താണ് ഈ പ്രശ്നങ്ങൾ, പർവ്വത സമാനമായ വിഷയങ്ങൾ, തെറ്റിദ്ധാരണകൾ, ആരൊക്കെയോ നമ്മളെ മുറിവേൽപ്പിച്ച മുറിവുകൾ, അതിന്റെ വേദനകൾ, നൊമ്പരങ്ങൾ, ഇതെല്ലാം വന്ന് കയറുന്നത് നമ്മുടെ അകത്താണ്. ഇത് പർവ്വതം പോലെ, സ്തോത്ര ഹല്ലേലൂയ, ഇങ്ങനെ 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 വളർന്നു വളർന്നു വരിക. അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അകത്ത് വളർന്നു വരുന്ന സകല പ്രശ്നങ്ങളും മെഴുകുപോലെ, പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകാൻ തുടങ്ങും. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയാം, യേശുവിനെ അറിഞ്ഞത് കൊണ്ടായില്ല, യേശുവിനെ പറ്റി 4 പാട്ട് പാടിയത് കൊണ്ടായില്ല, ഈ പ്രത്യേക ദിവസം യേശുവിന്റെ പേരിൽ 4 ഗ്രീറ്റിംഗ്സ് അയച്ചത് കൊണ്ടായില്ല. സ്തോത്ര ഹല്ലേലൂയ. യേശുവിന്റെ പേരിൽ എന്തെങ്കിലും പ്രത്യേകമായിരിക്കുന്ന ക്രമീകരണങ്ങൾ ഇന്ന് ചെയ്തത് കൊണ്ടായില്ല. യേശുവിനെ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ അകത്ത് വരണം. അതിനാ പൗലോസ് പറഞ്ഞൊരു മർമ്മമാണ്, അകത്ത് വരികയാ. എത്ര ഒതുക്കാൻ നോക്കിയാലും, എത്ര ഇല്ലാതാക്കാൻ നോക്കിയാലും, എത്ര തകർക്കാൻ നോക്കിയാലും, കർത്താവ് അകത്തിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അകത്തിരിക്കുമ്പോൾ അവരെ ഇല്ലാതാക്കാനും ഉന്മൂലനം ചെയ്യാനും കഴിയില്ല. ഞാൻ ഇതിനെ തെളിയിക്കാൻ വേണ്ടി, ദൈവ സാന്നിധ്യത്തെ തെളിയിക്കാൻ വേണ്ടി വേദപുസ്തകത്തിൽ അനേക സംഭവങ്ങളുണ്ട്. ദൈവ സാന്നിധ്യം വഹിച്ച സ്ഥാപനങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, സമൂഹങ്ങളുണ്ട്, ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാം വേദപുസ്തകത്തിൽ നമുക്ക് അടർത്തിയെടുക്കാം. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ, അധിക സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. സ്തോത്രം. ദൈവ സാന്നിധ്യം വഹിച്ച ഒരു ഉപകരണം പഴയ നിയമത്തിൽ നിന്ന് കാണിക്കാം. അതിന്റെ പ്രത്യേകത, ജീവൻ എന്നുള്ള സാധനം അല്ല, മനുഷ്യനും അല്ല, ദൈവത്തിന്റെ സദൃശ്യത്തിന് സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുമല്ല. മോശയോട് ദൈവം പറഞ്ഞിട്ട് മോശ ദൈവം പറഞ്ഞ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ഉണ്ടാക്കിയ ഒരു ഉപകരണം, ദൈവത്തിന്റെ പെട്ടകം. ആ പെട്ടകത്തിന്റെ പർപ്പസ്, 2 പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. സമാഗമന കൂടാരം പണിയുന്ന സമയത്ത് മോശയോട് ദൈവം പറയുമ്പോൾ, ആ പെട്ടകം ഉണ്ടാക്കാൻ വേണ്ടി പറയുമ്പോൾ, ആ പെട്ടകത്തിന് 2 പർപ്പസാണ്. ദൈവം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ദൈവത്തിനൊരു ഉദ്ദേശം ഇല്ലാതെ ഒന്നും ഉണ്ടാക്കിയല്ല. ദൈവം വെറുതെ ഇരിക്കുന്നവർക്ക് ഒരു പണി കൊടുത്തേക്കാന്ന് വിചാരിച്ചുകൊണ്ട് കുറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞതല്ല. ഓരോന്നിനും പർപ്പസ് ഉണ്ട്. ഈ ലോകത്തിലെ ഒരു ചെറിയ അണുവിനെ പോലും, ഒരു ബാക്ടീരിയയെ പോലും, ചെറിയ പരമാണുവിനെ പോലും ദൈവം ഇവിടെ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും ദൈവത്തിന് ഉദ്ദേശമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവം കൂടി ചോദിക്കട്ടെ, ഇവിടെ നിലത്തൂടെ എഴയുന്ന ഒരു പുഴുവിനെ പോലും, ഒരു ഉറുമ്പിനെ പോലും സൃഷ്ടിച്ചതിന് ദൈവത്തിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ, അവന്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമില്ലേ? നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമില്ലേ? കുടുംബം ദൈവത്തിന്റെ സ്ഥാപനമാണെങ്കിൽ ചുമ്മാ ഒരാണും പെണ്ണും കൂടി ജീവിച്ചോട്ടെ എന്നോർത്തൊരു എന്റർടൈൻമെന്റിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയതാണോ? അല്ല, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ പറയാം, ചില ധാരണകളെ പൊളിച്ചോണ്ട് പറയുക. അന്ധകാരത്തിന്റെ ശക്തികളും ദുഷ്ടന്റെ പോരുകളും എത്ര ശക്തമായിട്ട് എതിരായി പോരാടിയാലും നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കരിനിഴലുകൾ വീഴിച്ചാലും നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. തീർന്നില്ല, നിന്റെ ഉദരത്തിൽ പറഞ്ഞ സന്തതികളെ കുറിച്ച് എന്തെങ്കിലും പോരായ്മ കണ്ടേക്കാം. 10 മാർക്ക് കുറച്ചായിരിക്കും മേടിച്ചത്, പക്ഷേ തള്ളിക്കളയരുത്, ഭാരപ്പെടരുത്. സ്വർഗം പറയുന്നു അവരെ കുറിച്ചെല്ലാം ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്ത ദൈവത്തിന് ഉദ്ദേശം. അപ്പൊ ദൈവത്തിന് ഉദ്ദേശമില്ലാത്ത ഒരു കാര്യവും. ദൈവം പെട്ടകം ഉണ്ടാക്കാൻ പറയുമ്പോൾ 2 ഉദ്ദേശമാണ് മോശയോട് പറയുന്നത്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ് പെട്ടകം ഉണ്ടാക്കിയതിന്റെ ആദ്യത്തെ ഉദ്ദേശം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്,
പുതിയ നിയമത്തിൽ നിന്ന് വാക്യം വായിച്ചത്. ഞാൻ നേരെ പുറകോട്ട് പഴയ നിയമത്തിൽ വന്നിട്ട് വീണ്ടും പുതിയ നിയമത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം, ക്രിസ്തുവേശുവിന്റെ സാന്നിധ്യം ആര് വഹിക്കുന്നു അവരുടെ പ്രത്യേകതയാണ് പറയാൻ വേണ്ടി തുടങ്ങുന്നത്. അതിന് തെളിയിക്കാൻ, അല്പസമയം കൊണ്ട് തെളിയിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പഴയ നിയമ ഭാഗമാണ് എടുത്തെഴുതുന്നത്. അവിടെ സ്തോത്രം പറയപ്പെട്ടിരിക്കുന്ന ഭാഗം ഇതാണ്. ആ 16-ാമത്തെ വാക്യത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വെക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വെക്കണം. അപ്പൊ പെട്ടകം ഉണ്ടാക്കിയതിന്റെ പർപ്പസ് ഞാൻ പറയുകയാണ്. എന്തിനാണ് പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞത്? സ്തോത്രം. ഒരുപാട് ഉപകരണങ്ങൾ സമാഗമന കൂടാരത്തിനകത്തുണ്ട്. അത് ഒരെണ്ണം ഇരുന്നോട്ടെ എന്ന് ഓർത്തോണ്ട് വെച്ചതാണ്. സ്തോത്രം. പഴയ സാധനങ്ങൾ എല്ലാം കൂടി വാരിക്കൂട്ടി വെക്കാൻ അതെല്ലാത്തിനും കൂടി വെച്ചതാണോ? അല്ല. പിന്നെ എന്തിനാണ് ആ പെട്ടകം? ഖദിരമരം കൊണ്ടുണ്ടാക്കി തങ്കം പൊതിഞ്ഞ് നിശ്ചിതമായിരിക്കുന്ന അളവിൽ അത് വെക്കേണ്ട സ്ഥാനം പോലും കുറിച്ച് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്തിനാണ് സ്തോത്രം ദൈവമായ കർത്താവ് ഇങ്ങനൊരു പെട്ടകം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്? അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിന്മേൽ വെക്കണം. അപ്പൊ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. മോശയോട് ദൈവം പറയുന്നു, ഞാൻ പറയുന്നത് പോലെ ഒരു പെട്ടകം ഉണ്ടാക്കിക്കൂ. പെട്ടകം ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ സാക്ഷ്യം തരും എന്നല്ലേ വാക്യം പറയുന്നത്? അങ്ങനെയല്ലേ അതിന്റെ വാക്യത്തിന്റെ ധ്വനി? ഞാൻ നിങ്ങളോട് ദൂതായി പറയാൻ ആഗ്രഹിക്കുക, ഒരു സംവത്സരം തീരുക, നീ വിരലേൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. 2020 തീർന്ന് കർത്താവിന്റെ വരവ് താമസിച്ച 2021 നമ്മൾ കയറുക. ഈ വാക്യത്തെ മുറുകെ പിടിക്കുമ്പോൾ, ഈ വാക്യം അവിചാരിതമായിട്ടല്ല, നീ യോഗത്തിന്റെ ഇടയിൽ ഈ ഭാഗത്ത് ഇത് വായിക്കേണ്ടി വന്നത് ദൈവഹിതമാണെന്ന് കരുതിക്കൊണ്ട് ആത്മീക ദൂത് പറയാം. 2021 കയറുമ്പോൾ ദൈവമായ കർത്താവ് സ്തോത്രം ചിലരോട് ദൂതായി പറയുന്നു. വിശിഷ്യാൽ അവിടുത്തെ സഭയോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആലോചനയായി പറയുന്നു. സ്തോത്രം. ദൈവം തമ്പുരാൻ ചില സാക്ഷ്യങ്ങൾ നിന്റെ കുടുംബത്തിന്, നിന്റെ സഭയ്ക്ക്, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ജീവിതത്തിൽ ദൈവം ചില സാക്ഷ്യങ്ങൾ തരുമെന്ന് ആത്മാവിന്റെ പ്രേരണയിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അലറിക്കൂവി വിളിച്ചു പറയുമ്പോൾ, അത് ഉള്ളതുപോലെ കർത്താവെ, കഴിഞ്ഞ നാടുകളിൽ പ്രാർത്ഥിച്ച വിഷയം അടുത്ത വർഷം പ്രാർത്ഥനാ വിഷയമായിട്ട് ഇരിക്കുകയില്ല. അടുത്ത വർഷം അത് സാക്ഷ്യമായി കൺവെർട്ട് ചെയ്യും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഇന്നത്തെ പ്രാർത്ഥനാ വിഷയങ്ങൾ, 2020 ഉപവാസ വിഷയങ്ങൾ, 2020 നീ പലരോട് പങ്കുവെച്ച നിന്റെ വേദനയുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ 2021 ആകുമ്പോഴേക്കും അത് സാക്ഷ്യമായി മാറുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുമ്പോൾ അതിനെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കാൻ യേശു പറയുന്നു, സാക്ഷ്യം തരുന്നൊരു വർഷമായി അടുത്ത ആണ്ടിനെ ദൈവം മാറ്റാൻ പ്ലാൻ ചെയ്യുകയാ. ദ ഇയർ ഓഫ് ടെസ്റ്റിമണി, നിന്റെ സാക്ഷ്യത്തിന്റെ വർഷമായി ഇപ്പോഴേ വേണമെങ്കിൽ പ്രഖ്യാപിച്ചു. വിശ്വാസം ഉണ്ടെങ്കിൽ, അമിത വിശ്വാസം ഉണ്ടെങ്കിൽ, കർത്താവിനെ കുറിച്ച് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ, ദൈവകൃപയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ ഉറച്ച വിശ്വാസത്തോടെ ദൈവകൃപയോടെ സന്നിധാനത്തിനകത്തിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം ചെയ്തു, കർത്താവെ, അടുത്ത കൊല്ലം ഞങ്ങളുടെ സാക്ഷ്യത്തിന്റെ വർഷമായിരിക്കും. എല്ലാ കൊല്ലവും മാറി മാറി പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി അയക്കേണ്ടി വരില്ല. കഴിഞ്ഞ ആണ്ടിൽ പറഞ്ഞ വിഷയങ്ങൾ പിന്നെയും പറയേണ്ടി വരില്ല. കഴിഞ്ഞ ആണ്ടിൽ കരഞ്ഞ വിഷയങ്ങൾ, കഴിഞ്ഞ ആണ്ടിൽ പല പ്രാവശ്യം ഉപവസിച്ച വിഷയങ്ങൾ, കഴിഞ്ഞ ആണ്ടിൽ സഭയുടെ മധ്യത്തിൽ എഴുതിക്കൊടുത്ത് പ്രാർത്ഥിപ്പിച്ച വിഷയങ്ങൾ അടുത്ത ആണ്ടിൽ സാക്ഷ്യമായി മാറും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് ദൂത് വിളിച്ചു പറയുന്നു, ദൈവം വചനത്തിലൂടെ ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവം സാക്ഷ്യം തരുന്നവനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവം സാക്ഷ്യം തരുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് നീ ദൈവത്തിന്റെ തിരുസന്നിധാനത്തിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഇന്നത്തെ കണ്ണുനീര് നാളത്തെ സാക്ഷ്യമാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന വേദനകൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, നീ ദൈവത്തിന്റെ മകളാകൊണ്ട് പരിശുദ്ധാത്മാവ് ആരോട് വിളിച്ചു പറയുന്നു, അത് നാളെ നിന്റെ സാക്ഷ്യമാണ്. നീ ഏകാഗിയായി ആ രാജ്യത്ത് ഒറ്റപ്പെട്ട് ജീവിതം പുലർത്താൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് അവിടെ കിടന്ന മരുഭൂമിയിൽ മണലാരണ്യത്തിൽ കഷ്ടപ്പെടുമ്പോൾ ഇതിനൊരു നീക്കുപോക്കില്ല എന്ന് രാത്രി കണ്ണുനീരോടെ ചോദിച്ച ചോദ്യത്തിന് ദൈവം പറയുന്നു, അടുത്ത കൊല്ലം നീ ചോദിച്ചതിന്റെ സാക്ഷ്യം നിന്റെ കയ്യിൽ തരും. സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ പേർക്ക് ദൈവം അത് കൊടുത്തിരിക്കുന്നു. ഞാൻ പറയുന്ന ഈ വാക്കുകൾ വേണമെങ്കിൽ എഴുതി വെച്ച് സ്തോത്രം ചെയ്തു. അടുത്ത വർഷം നിങ്ങളിൽ ചിലർക്ക്, വിശ്വസിക്കുന്ന ചിലർക്ക്, ആ സഭയിൽ ഈ സൂമിലിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ ആകണമെന്നൊന്നും നിർബന്ധം എനിക്കുമില്ല, ദൈവത്തിനുമില്ല. വിശ്വസിക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ടോ? എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? അവരോട് പറയുന്നു,
കഴിഞ്ഞ നാളുകളിലെ വേദനകൾ സഭയോട്, കർത്തൃദാസനോട് പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ്. അടുത്ത വർഷം അനവധി കാര്യങ്ങൾ സാക്ഷ്യമായി വരും. കഴിഞ്ഞ നാളുകളിൽ സഭ ഒന്നിച്ച് പ്ലാൻ ചെയ്ത് പദ്ധതി ഇട്ടിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും സാക്ഷ്യത്തിന് വേണ്ടി തരാൻ ദൈവമായ കർത്താവിന്റെ അദൃശ്യ പദ്ധതികൾ നീ കാണാത്ത മേഖലയിൽ കാർമേഘം പോലെ, പെയ്യാനുള്ള മഴയ്ക്കുള്ള കാർമേഘം പോലെ ദൈവാത്മാവ് സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന വിവരം ഈ രാത്രിയിലെ പ്രത്യേക മീറ്റിംഗിൽ ദൈവാത്മാവ് ഉയർത്തി പറയുന്നു. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിയോ കരങ്ങൾ അടിച്ചോ ഒരു 5 സെക്കൻഡെങ്കിലും ദൈവാത്മാവ് വിശ്വസിക്ക്. കൊറോണയും പ്രശ്നവും പാൻഡമിക് സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്, അടുത്ത കൊല്ലം എന്താന്ന് പറയാനൊക്കില്ല. പക്ഷെ നീ സ്വപ്നം കണ്ടത്, യോസേപ്പേ നീ ദർശനം കണ്ടത്, നിന്നോട് ദൈവം പറഞ്ഞത്, അത് സാക്ഷ്യമായി തരാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന വിവരം ദൈവാത്മാവ് ഇന്ന് രാത്രി ഉറക്ക വിളിച്ചു പറയുന്നു. സ്വർഗം അത് ചെയ്യട്ടെ. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യട്ടെ. അപ്പൊ ഒന്നാമത്തെ ഉദ്ദേശം സാക്ഷ്യം കൊടുക്കുക എന്നുള്ളതാണ്. സാക്ഷ്യം കൊടുക്കുക. ദൈവം അത് സാക്ഷ്യം തരുന്നത് സൂക്ഷിക്കണം. രണ്ടാമത്തെ ഉദ്ദേശം 21-ാം വാക്യത്തിൽ കൃപാസനത്തെ പെട്ടകത്തിന് മീതെ വെക്കണം. 2 ഉദ്ദേശമാണ് പെട്ടകം പണിയാൻ പറഞ്ഞത്. ഒന്നാമത്തേതിനകത്ത് സാക്ഷ്യം, രണ്ടാമത്തേതിനകത്ത് കൃപാസനത്തെ പെട്ടകത്തിന്റെ മീതെ വെക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എങ്ങനെ പറയാം? കൃപാസനം എന്ന് പറയുന്നത് ദൈവം ഇറങ്ങി വരും, സാന്നിധ്യം വരുന്ന സ്ഥലമാണ് കൃപാസനം. അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന സമാഗമന കൂടാരത്തിന്റെ ഉൾമുറിക്കകത്താണ് പെട്ടകം. അതെവിടെ ഇരിക്കുന്നത്? കൃപാസനത്തെ അതിന്റെ പെട്ടകത്തിന്റെ മീതെ വെക്കണം. അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെ ചുരുക്കി പറയാം, ദൈവം എപ്പോഴൊക്കെ തന്റെ സാന്നിധ്യമായിട്ട് ഇറങ്ങി വരുന്നു, ആ സാന്നിധ്യം ഇറങ്ങി വരുമ്പോഴെല്ലാം ആ സാന്നിധ്യത്തെ വഹിക്കേണ്ട ഉപകരണമാണ് ദൈവത്തിന്റെ പെട്ടകം. ദൈവ സാന്നിധ്യം വഹിക്കുക. 40 കൊല്ലം മരുഭൂമി യാത്രയിൽ ആരും അറിയാതെ തകശു തോലുകൊണ്ട് മൂടപ്പെട്ട് സ്വോത്രം പെട്ടകത്തിന് കൂടാരത്തിനകത്തിരുന്ന പെട്ടകം ആരും അറിയാതെ 40 കൊല്ലം ദൈവ സാന്നിധ്യം വഹിച്ചു. എല്ലാ കാലവും ഇങ്ങനെ കൂടാരത്തിനകത്ത് തകശുതോല് കൊണ്ട് പൊതിയപ്പെട്ടിരിക്കേണ്ടി വരില്ല. ദൈവ സാന്നിധ്യം ഇറങ്ങി നിന്നവരുണ്ടെങ്കിൽ കേട്ടോണം, ഉപവാസവും പ്രാർത്ഥനയൊക്കെയായി ആ തിരക്കുള്ള രാജ്യത്തിൽ സമയം വേർതിരിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും മുഴങ്കാലുമേൽ ഇരുന്നും പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യം ആവഹിച്ചെടുത്തവരുണ്ടെങ്കിൽ കേട്ടോളണം, ഞാൻ ആത്മാവിൽ നിങ്ങളോട് ദൂത് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. എല്ലാ കാലത്തും അകത്തിരിക്കേണ്ടി വരില്ല. 40 കൊല്ലം മോശയുടെ കാലം കഴിഞ്ഞ് യോശുവയുടെ കാലം വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവം പറഞ്ഞു പെട്ടകം എടുത്ത് പുറത്തു കൊണ്ടുവാ. സ്തോത്രം. എവിടേക്കെയാ? യോർദാൻ വന്നപ്പോൾ എങ്ങനെ മറുകര കയറുമെന്ന് അറിയാതെ വന്നപ്പോൾ ദൈവം പറഞ്ഞു, സ്തോത്രം, വിസ കൊടുത്ത ആളെ ഇറക്കാനല്ല പറഞ്ഞത്, ദൈവത്തിന്റെ സാന്നിധ്യം വഹിച്ച പെട്ടകമകത്തിരിക്കുന്നുണ്ട്, പെട്ടകത്തെ പുറത്തു കൊണ്ടുവാ. യെരിഹോ മതില് അവരുടെ മുമ്പിൽ വന്നപ്പോൾ സ്തോത്രം ദൈവം പറഞ്ഞു പെട്ടകം എടുത്തുകൊണ്ട് മതില് ചുറ്റി നടക്ക്. സ്തോത്ര. ഹല്ലേലൂയ. കേൾക്കണേ. സ്തോത്ര. യുദ്ധം വന്ന സമയത്ത് ഇസ്രായേൽ മക്കൾക്ക് ദൈവാലോചന കൊടുത്തു, പാളയത്തിൽ പെട്ടകവുമായി ചെല്ല്. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ ദൈവാത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായിട്ട് ഓർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയെ ഞാൻ വിളിച്ചു പറയുന്നു. സാന്നിധ്യം വഹിച്ചവർക്ക് ഒരു ചാൻസ് തരാൻ. അടുത്ത ദൂത് ഞാൻ പറയുക, ശ്രദ്ധിച്ചു കേട്ടോ. ചുമ്മാ കറങ്ങി നടന്നവർക്കല്ല, യോഗം നടന്ന സമയത്തല്ല, ചുമ്മാ വീട്ടിലിരുന്ന് TV കണ്ടവർക്കല്ല, ഇതുപോലെ സഭ ക്രമീകരിച്ച മീറ്റിംഗ് വെക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ ഓഫ് ഡേ ആഘോഷിക്കാൻ വേണ്ടി കോർണീഷിലും ബീച്ചിലും കറങ്ങി നടക്കുന്നവർക്കല്ല, സഭയോട് ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത, ആരാധനയിൽ പങ്കെടുത്ത, മുഴങ്കാലുമടക്കി പ്രാർത്ഥിച്ച, കുടുംബ പ്രാർത്ഥനകളിൽ പങ്കെടുത്ത ദൈവമക്കളോട് പറയാം, ഒരു കാലഘട്ടം മുഴുവൻ ഒറ്റയാനെ പോലെ ഒറ്റ തിരിഞ്ഞ് പ്രാർത്ഥിച്ച് ലോകത്തോട് വേർപെട്ടിരുന്നവരെ ദൈവം ഒരു ചാൻസ് തരാൻ പോവുക. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിനക്ക് വേദി ഒരുക്കാൻ, നീ കണ്ട ദൈവകൃപയ്ക്ക് തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ. സ്വർഗ ഭാഷ ഹദര രഗന ദുരയക്ഷാര അന്തുരമൗഡ റീകൽക്കമനദ രക്ഷസിയ ഒരു ചാൻസ്. ആരും അവസരം തരാത്ത നിനക്ക്, വീട്ടിൽ നിന്ന് തള്ളി മാറ്റപ്പെട്ട നിനക്ക്, വിളിച്ചു ചോദിക്കാൻ പോലും ആരുമില്ലാതെ മറന്നുപോയ നിനക്ക് സ്വർഗം ഒരു ചാൻസ് തരാൻ പോവുക. കാട്ടിൽ ആടുകളെ എത്തിയിട്ട് നടക്കുന്ന കാലത്ത് ദൈവത്തിന് വേണ്ടി പാട്ടുപാടിയ ദാവീദിനെ ദൈവം ഒരവസരം കൊടുത്ത് പുറത്തു കൊണ്ടുവന്നതുപോലെ ഇരുട്ടിൽ കിടക്കുന്ന, പുറത്തു വരാത്ത, ഒതുങ്ങിപ്പോയ നിങ്ങളിൽ ചിലരെ എന്റെ ദൈവം പുറത്തു കൊണ്ടുവരും. ആരോടാ ഞാൻ ഈ പറയുന്നതെന്നറിയാമോ? ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കുന്നവർക്ക്, അകത്ത് യേശുവിനെ വാഴിച്ചവർക്ക് ഒരവസരം തരുന്ന വർഷമായിരിക്കും അടുത്ത കൊല്ലം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യും. ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് ജാതികൾ ഈ പെട്ടകം കൊണ്ടുവച്ചു. എന്താ സംഭവിച്ചത്? ആ പരമ്പരാഗതമായി അവർ നിന്നിരുന്ന ആ മണ്ഡലങ്ങളെ പെട്ടകം പൊളിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു, ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുക. പെട്ടകം ദൈവ സാന്നിധ്യം വഹിച്ച ഉപകരണമാണ്.
അതൊരു നിഴലാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഭൂമിയിൽ ചെയ്യുന്നത് ദൈവത്തിന്റെ മക്കളാണ്, വീണ്ടെടുക്കപ്പെട്ടവർ. എന്താ? ദൈവത്തിന്റെ സാക്ഷ്യം സൂക്ഷിക്കുക, ദൈവസാന്നിധ്യം വഹിക്കുക. പെട്ടകമാണ് അന്ന് ചെയ്യുന്നത്. ഇന്ന് ഈ പണി ചെയ്യുന്നത് ദൈവത്തിന്റെ സാക്ഷ്യം സൂക്ഷിക്കുന്നതും ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്നതും പെട്ടകമാണ്. ഈ പെട്ടകം പെട്ടകമാണ് ചെയ്തത്. ആ പെട്ടകം അന്ന് ചെയ്തത് നിന്റെ നാട്ടിൽ, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ സമുദായക്കാരുടെയും വീട്ടുകാരുടെ ഇടയിൽ നീ ചെയ്യാൻ തയ്യാറായാൽ നിന്നെ ദൈവം, സ്തോത്രം, ചില ദുഷ്ടശക്തികളെ തകർക്കാൻ ഉപയോഗിക്കും. നിന്നെ ദൈവം വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാക്കാൻ ഉപയോഗിക്കും. നിനക്കൊരു വഴി മാത്രമല്ല, നീ നിമിത്തം ചിലരെ കൂടി വഴി തുറക്കും. നിന്റെ വീട്ടിലെ ചിലർക്ക്, നിന്റെ കസിൻ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ, നീ മനസ്സലിവുള്ള ഒരാളല്ലേ? കാരണം ചിലരെ രക്ഷപ്പെടുത്തണമെന്ന് ഹൃദയത്തിനകത്ത് ആഗ്രഹമില്ലേ? വഴിയില്ലാത്തതുകൊണ്ടല്ലേ ചെയ്യാത്തത്? ചില കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഒത്തിരി കഷ്ടപ്പെട്ടവരെ അറിയാം, ചിലർക്ക് സഹായം ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ. പക്ഷെ ദൈവം പറയുന്നു, നീ ഒരു വഴിയാകാൻ പോവാ. ദൈവസാന്നിധ്യം ചുമന്ന നിന്നെ ദൈവ ഹസ്തരക്ഷസ്യ ഒരു വഴിയാകാൻ പോവാ. നീ നിമിത്തം ചിലർക്ക് വഴി ഉണ്ടാകാൻ പോവാ. നീ നിമിത്തം ചിലരുടെ ദുർഘടങ്ങൾ നേരെയാകാൻ പോവാ. ചില കോട്ടകൾ ഇടിയാൻ പോവുക. ദൈവാത്മാവ് ഇന്ന് രാത്രി പറഞ്ഞ് ഈ പ്രത്യേക സന്ദേശം അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരികയാ. കേൾക്കണം പ്രിയപ്പെട്ടവരെ, ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. കേൾക്കണേ പ്രിയപ്പെട്ടവരെ, പഴയ നിയമകാലത്ത് തടി കൊണ്ടുണ്ടാക്കിയ പൊന്നു പൊതിഞ്ഞ ഒരു പെട്ടകം, സ്തോത്രം, അത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന അതിപരിശുദ്ധ സ്ഥലത്തിരുന്നു. സ്തോത്രം, ജീവനില്ല, അചേതനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ജീവനില്ല. അതിന് ജീവനില്ലാത്ത ആ പെട്ടകം, കണ്ണും മൂക്കും വായും നാക്കുമില്ലാത്ത, സംസാരശേഷിയില്ലാത്ത, സ്തുതിക്കാൻ കഴിയാത്ത ആ പെട്ടകം, സ്തോത്രം, ഹല്ലേലൂയ, അത് അതിനകത്തിരുന്ന് ദൈവസാന്നിധ്യം ചുമന്നപ്പോൾ, അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇത്രയും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, ഉടവാര ഹന്തരക്ഷസ്യ, ഇത്രയും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ദൈവാത്മാവ് ചോദിക്കട്ടെ, സാക്ഷാൽ ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിനെ, സ്തോത്രം, ആത്മാവുള്ള, ജീവനുള്ള, സ്തോത്രം ചെയ്യാൻ കഴിവുള്ള, സ്തോത്രം, ജീവനും ചൈതന്യമുള്ള നിന്റെ അകത്ത് ദൈവസാന്നിധ്യം വന്നാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുക. കർത്തൃദാസന്മാരെ, ദൈവമക്കളെ, ദൈവസഭയെ, 25-ാം തീയതി രാത്രി യോഗം നടക്കുമ്പോൾ നമ്മളൊരു ഡ്രാമ കളിക്കാൻ വന്നവരല്ല, ആണ്ടിലൊരിക്കൽ യേശു ഉണ്ടെന്ന് പറയാൻ വന്നവരല്ല. പിന്നെയോ സ്വർഗത്തിലെ ആത്മാവ് പറയുന്നു, യേശുവിനെ അക്ഷരികമായി ചൂണ്ടിക്കാണിക്കാൻ വന്നവരാ. നിന്നിൽ യേശു വസിക്കുമ്പോൾ തെളിവുകൾ വരാൻ പോകുക. അടുത്ത വർഷം തെളിവുകൾ വരാൻ പോകുക. നിങ്ങൾ നിമിത്തം ചില വഴികൾ തുറക്കും. അവിടുത്തെ സ്തോത്രം, ചർച്ച് ഓഫ് ദ റോക്ക് നിമിത്തം ചില ആളുകൾക്ക് വഴി തുറക്കും. ചില ആളുകളുടെ തടസ്സം മാറും. ചിലരെ ഉപദ്രവിക്കുന്ന ദുഷ്ടശക്തികളെ നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം ഉന്മൂലനം ചെയ്യും. നീ ഒരു അനുഗ്രഹ വിഷയമാകും. നീ ഒരു സാക്ഷിയാകും. നിനക്ക് സാക്ഷ്യം തരും. സ്വർഗം അത് ചെയ്യാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഒരു 2-3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മോട് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. നിന്റെ ഉള്ളിൽ യേശു വസിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നു. അതൊരു മർമ്മമായി മാറ്റാൻ പ്ലാൻ ചെയ്യുന്നു. ക്രിസ്ത്യാനിയാന്ന് പറയുകയല്ല, പാട്ടും പാടി നടക്കുകയല്ല, അകത്ത് യേശു വസിക്കുന്നവരെ തെളിയിക്കാൻ പോകുന്ന വർഷമാണ് ഞാൻ ഈ പറയുന്നത്. എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ. സ്വർഗം നിന്റെ കുടുംബത്തിനകത്ത്, നീ നിന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിലുള്ളെങ്കിൽ നിന്റെ നിമിത്തം ചിലത് ദൈവം ചെയ്യും 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 എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസം, കർത്താവിന്റെ വചനം പറയാൻ ഒരു രാത്രി കൂടി തന്നതിനായി സ്തോത്രം. അതും ചർച്ച് ഓഫ് ദ റോക്ക്, അനുഗ്രഹിക്കപ്പെട്ട സഭ, ആരാധനയുള്ള, വചനമുള്ള, ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന, ഉപവാസമുള്ള ഈ സഭയോട് ഈ വചനം പറയുമ്പോൾ ഈ മർമ്മത്തിന്റെ മാഹാത്മ്യം പരിശുദ്ധ ദൈവത്തിന്റെ കൃപയോടുകൂടെ വ്യാപരിക്കേണ്ടതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹത്വവും പുകഴ്ചയും കൃപയും പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല പുകഴ്ചയ്ക്കും യോഗ്യനായ യേശുവിന്റെ കരങ്ങളിലേക്ക് ഈ സഭയെ ഏൽപ്പിക്കുന്നു. വചനം കേട്ടവരെ ഏൽപ്പിക്കുന്നു. കർത്തൃദാസനെ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമീൻ.